ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇന്ന് സ്നേഹയ്ക്ക് പകരം ഞാനാണ് വ്ളോഗ് എടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ആക്ച്വലി ഗീസലിലാണ്. ഞങ്ങളിനി മ്യൂണിക്കിലോട്ട് പോവാണ്. അപ്പം കയ്യിൽ ബുക്കൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് സിനിമയുണ്ട്. ഇതെൻ്റെ ഷൂളയിൽ നിന്ന് കിട്ടിയ സ്റ്റാറാണ്. ഞങ്ങളുടെ ബാക്കിൽ തെങ്ങുണ്ട്, ക്യാൻറ്റീനുണ്ട്. അപ്പോൾ സീ യു ഗൈസ് ഇൻ ട്രെയിൻ. മ്യൂണിക്കിൽ എൻ്റെ കസിൻ്റെ വീടുണ്ടെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ കസിൻ്റെ മോളാണ് കുഞ്ഞുമറിയം. കുഞ്ഞുമറിയത്തിന് ഇപ്പോൾ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കണ്ടിട്ട്. ഇപ്പോൾ കുഞ്ഞുമറിയം കുറച്ചുകൂടി വലുതായി. ഇത് ഞാൻ കഴിഞ്ഞ വിൻ്ററിൽ മ്യൂണിക്കിൽ കസിൻ്റെ അടുത്ത് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അന്ന് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ മടിയായിട്ട് ഞാൻ ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. മമ്മി രാവിലെ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്മാവ് കഴിക്കുകയാണ്. നാളെ വരാന്ന് പറ. നാളെ വരാം. മമ്മിയുടെ ബിരിയാണി ഉണ്ടാക്കുകയാണ്. മമ്മിയുടെ കട്ട് ചെയ്യാണ്. ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഒരു ആപ്പിൾ കറിയുടെ വീഡിയോ ആയിരുന്നു. അത് റോസ്മിയുടെ റെസിപ്പിയാണ്. ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ മാങ്ങക്കറി ഇല്ലാത്തൊരു പരിപാടിയേ ഇല്ല. അപ്പോൾ ഇവിടെ മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് ഒരു ദിവസം റോസ്മി ആപ്പിൾ വെച്ചിട്ടാണ് ആ കറി ഉണ്ടാക്കിയത്. എനിക്ക് മാങ്ങക്കറി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആപ്പിൾ കറിയും അവൾ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ വ്യൂവേഴ്സിന് ഞാനത് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആപ്പിൾ കറി ഉണ്ടാക്കിയത്. ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ അത് ഒരുപാട് വ്യൂസ് കിട്ടി. ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും. ചിത്ത് ചായ ഉണ്ടാക്കി. ഇപ്പം മ്യൂണിക്കിൽ വന്നപ്പോൾ എനിക്കൊരു റെസ്റ്റോറൻറ്റിലൊരു വീഡിയോ എടുക്കാനും കൂടി ഉണ്ടായിരുന്നു. മ്യൂണിക്കിൽ വരുമ്പോൾ എപ്പോഴും എനിക്ക് സമയം കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ബിസി ആയിരിക്കാനും ഇഷ്ടമാണ്. അതൊരു ഗോഡ്സ് ഗ്രേസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത്. പക്ഷെ ഇതിൻ്റെ ഒരു ബാഡ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നും. മറിയത്തിൻ്റെ കൂടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യായിരുന്നല്ലോ എന്ന്. പിന്നെ കുട്ടികളെല്ലാം പെട്ടെന്ന് വലുതാവും. അപ്പം നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് അവരിൽ കുറേ ചേഞ്ചസ് വരുന്നത്. അപ്പം ആ ഒരു ടൈം അവരുടെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റോസ്മയും ചിത്തും അവരെല്ലാവരും കൂടി ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ സാരില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുള്ളതെല്ലാം കാണിക്കാം കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. മന്തി കഴിച്ചിരുന്നു, പിന്നെ പത്തിരി, ചിക്കൻ ഫ്രൈ, ബീഫ് കറി കോംബോ അങ്ങനെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് മലയാളികളെയൊക്കെ അവിടെ മീറ്റ് ചെയ്തു. ഒരുപാട് മലയാളികൾ മീറ്റ് ചെയ്തു. ഇത് മേത്തി റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് ജർമ്മനിയിൽ വരുന്നത് മ്യൂണിക്കിലേക്കാണ്. അവിടെയാണ് എനിക്ക് ഇപ്പോൾ ഉള്ള എൻ്റെ മിക്ക ഫ്രണ്ട്സിനെയും ഞാൻ മീറ്റ് ചെയ്ത് മ്യൂണിക്കിൽ തന്നെയാണ്. അവിടെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അന്നേ മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഇങ്ങനൊരു റെസ്റ്റോറൻറ്റിനെ പറ്റി. പക്ഷേ അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല. പല നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല എന്നാണല്ലോ. പിന്നെ അവിടെ നിന്ന് കഴിച്ചൊരു വെറൈറ്റി സംഭവമായിരുന്നു ഉന്നക്കായ ഐസ്ക്രീം കോംബോ. ഉന്നക്കായ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഐസ്ക്രീമും കൂടി ആയപ്പോൾ അടിപൊളി തന്നെയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രയർ സ്റ്റാർട്ട് ചെയ്തു. കൃപാസനത്തിലൂടെ പിന്നെ ഞങ്ങളെല്ലാവരും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മൂവിയൊക്കെ കണ്ടിരുന്നു. ഇവിടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജോലിക്ക് കയറിയ ഞാൻ സമ്മതിച്ചെല്ലാം അവന് വേണ്ടി ചെലവാക്കി. അവിടെ ജീവിക്കണമെങ്കിൽ പൈസ വേണ്ടേ? ഞാൻ സമ്പാദിച്ച പണം എന്റെ കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ തുല്യമായി വിധിച്ചു വെച്ചു. പക്ഷെ മനുഷ്യൻ മനസ്സിൽ കാണുമ്പോ ദൈവം മാനത്താണെന്നല്ല പറയാറ്. ഹായ് ഗായ്സ്, ഞാനും ശുണ്ടിയും ബെഡിൽ കിടക്കാണ്. ശുണ്ടിനെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. കുഞ്ഞുമറിയത്തിന്റെ ആൽബം കാണാണ്. കുഞ്ഞുമറിയാണോടി? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ കുഞ്ഞുമറിയത്തിൻ്റെ ആൽബം കാണുമായിരുന്നു, അവളുടെ ബാപ്റ്റിസത്തിന്. അത് ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാരാ കണ്ണടയൊക്കെ വെച്ചിട്ട്? ഇതാരാ വിളിക്കണോ? രാവിലെ തന്നെ ചിങ്കു പുട്ടും പോർക്ക് കഴിക്കുന്നുണ്ട്, മമ്മി ഉണ്ടാക്കിയ.
ചിത്തു കഴിക്കുന്ന കോമ്പിനേഷൻ കണ്ടോ? പോർക്കും പഴവും മിക്സ് ചെയ്ത്. മനസ്സിലായോ? മേടിക്കേണ്ടി വരും. ശുണ്ടി ഇവിടെ ഹായ് പറ. ഹായ് പറ. ഒന്ന് ആലോചിക്ക്, ഇവള് വലുതായി നിന്റെ അത്ര എത്തുന്നത്. ഓ മൈ ഗോഡ്. അല്ല, ഞാൻ നാട്ടിലായിരുന്നു. എന്റെ വിസ വന്നായിരുന്നു. അപ്പൊ ഞാൻ പോവാണ് UK. അന്ന് ഈവനിങ് ആയപ്പോൾ അവരുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹോം പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കപ്പയും ബീഫും അതുപോലെ തന്നെ മീൻ കറി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായിക്ക് ഒരു ഇതിൽ തന്നെ ഞങ്ങള് ഹനോവറിലേക്കൊക്കെ തിരിച്ചു പോവാണ്. ഹനോവറിലേക്കല്ല, കീസണിലേക്ക്. ഇവിടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗുഡ് ഡേ ബിസ്ക്കറ്റും ചായയൊക്കെ കൂടി, കായ വറുത്തത്, പിന്നെ റോസ്മി ഇവിടെ എല്ലാവർക്കും ഫുഡ് കൊടുത്തു വിടാൻ വേണ്ടി പാത്രമൊക്കെ അന്വേഷിച്ചെടുക്കുകയാണ്. ഞങ്ങളപ്പോൾ പോവാണ്, മ്യൂണിക്കിനോട് ഇവിടെ പറയുകയാണ്. നമ്മൾ യൂസ്ബുർഗ് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ യോർമയിൽ ബ്രൻസൽ കഴിക്കാൻ പോകണം. എനിക്ക് ബ്രൻസലല്ലേ? ബ്രൻസൽ ഇവിടെ പറഞ്ഞ ബ്രൻസൽ ഭയങ്കര അടിപൊളിയാണ്. എന്താ ക്രൗട്ട് ബ്രൻസലോ? ക്രൗട്ട് മുട്ടറൊക്കെ ഉള്ള എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ബ്രൻസൽ ഇതുവരെ കഴിച്ചാൽ ഇഷ്ടപ്പെടില്ല. ഇവിടെ പറഞ്ഞ പോലെ ഒന്ന് മേടിച്ചു നോക്കണ്ട. ഓക്കെ, നമുക്കിനി ബ്രൻസൽ മേടിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് കാണാം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി മിസ്സാവും. യോർമയെന്നാണ് മേടിക്കുന്നത്. ഈ യോർമ കൂടുതലും ബവേറിയയിലുള്ളതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. നോർത്തിലേക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ഫ്രാങ്ക്ഫർട്ടിലുണ്ടോ? പക്ഷെ മ്യൂണിക്കിൽ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ ബയേണിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറേ ഉണ്ട്. ബ്രെഡ്സൽ ഞാൻ ഒരു പ്രാവശ്യം ഒന്നും കഴിച്ചിട്ടുള്ളൂ, അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇവിടെ പറയുന്ന പോലെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഈ വ്യൂർസ്ബർഗിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്കൊരു ഡോണർ കഴിക്കാൻ തോന്നി. ഇവിടെ ഒരു ഡോണർ കട ഇല്ലാന്നേ. എനിക്ക് പുറത്തിറങ്ങി നോക്കി, എന്നിട്ടൊരു ഡോണർ കഴിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ മെഡിയും എന്തോ കഴിച്ചെന്ന് തോന്നുന്നു. അവിടെ ഒരു കടയുണ്ട്, ഒരു ചൈനീസ് കടയാ. പക്ഷെ മറ്റേ 4 യൂറോയ്ക്ക് നൂഡിൽസ് ഇടുന്നതല്ലേ, നല്ല ടേസ്റ്റ്. പക്ഷെ എനിക്ക് അന്ന് എനിക്ക് നൂഡിൽസ് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായില്ല. എനിക്ക് ഇത് തന്നെ കഴിക്കാൻ തോന്നുന്നതായിരുന്നു, ഡോണർ കഴിക്കാൻ. ഇത് സാധാ ബ്രെഡ്സിലുള്ള ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ആയിരുന്നു. നല്ല ഇതിനുള്ള ചീസൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ സോൾട്ടിയാണ്. പക്ഷെ എനിക്ക് ടേസ്റ്റ് ഇഷ്ടം. ടെൻഡറാണ്, ജ്യൂസിയാണ്. ഗായ്സ്, ഇതാണ് ഗീസൺ ബാനോഫ്. ഇത് നമ്മുടെ ബെർലിൻ വാളിൻ്റെ ഒരു പീസാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് എന്താന്ന് പറയപ്പെടുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഗീസൺ ഹാപ്റ്റ്ബാനോഫ് എത്തി. മ്യൂണിക്കിൽ നിന്ന് ഏകദേശം 6 to 7 hours ഉണ്ട് ഗീസണിലേക്ക്. ഇനി എനിക്ക് അവിടെ നിന്ന് ഹനോവറിലേക്ക് നാളെ പോകണം.